ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് കൂണ് വെച്ചുള്ള നല്ലൊരു കറിയാണ്. ചപ്പാത്തിയോ ചോറോ പുട്ടോ ഉപ്പുമാവോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു മഷ്റൂം ഗ്രേവിയാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ടോട് ചെയ്തേക്കണേ. പുതിയ പുതിയ വീഡിയോകൾ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടി ആ ബെൽ ബട്ടനോടൊന്ന് നോട്ടിഫിക്കേഷൻ്റെ ബെൽ ബട്ടനോടൊന്ന് ഓളിലൊന്നാക്കി വെച്ചിരിക്കണേ. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ മതിയേ. ഒരു 3/4 സ്പൂണോളം പെരുംജീരകമാണ്. നിങ്ങളുടെ എനിക്ക് ആവശ്യമുള്ള കുരുമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടിയായാലും മതി. കുറച്ച് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ച് മാറ്റി വെക്കാമേ. കടായിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു വലിയൊരു കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, ഒരു ഏലക്ക ഒന്ന് ചൂടായി പൊട്ടുമ്പോഴത്തേന് സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞ് 2 സവാളയാണ്. സവാള നന്നായിട്ട് വഴന്ന് കിട്ടണം, അതുകൊണ്ട് വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഞാനിത് ചോപ്പറിലാണ് അരിഞ്ഞത്. വളരെ കനം കുറച്ച് അരിഞ്ഞിരിക്കണം, നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് സിമ്മിലിട്ട് മൂടി വെച്ചാൽ മതി, വഴന്ന് കിട്ടിക്കോളും. നന്നായിട്ട് സവാള വഴന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്, സവാളയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. സവാള വഴന്നിട്ട് മാത്രമേ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലവണ്ണം ചതച്ച് ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ചോപ്പറിനകത്താണ് അരിഞ്ഞിരിക്കുന്നത്, അതായത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കണമെന്നർത്ഥം. ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിനകത്തോട്ട് കീറിയിട്ടതിന് ശേഷം 2 പൾസ് അടിച്ചാൽ മതി. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം, അതുകൊണ്ട് വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണേ. ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി വെച്ചാൽ മതി, സിമ്മി വെച്ചുകൊണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഒരേ ഇടത്ത് നിന്നുകൊണ്ട് ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. എണ്ണയൊക്കെ ഒന്ന് വിട്ട് വരണം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് പച്ചമുളകും ഇതുകൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് മുകളിൽ വന്നിട്ടുണ്ട്, വഴന്നിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടിയാണ് ഇടുന്നത്. 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ സാദാ ചില്ലി പൗഡർ ഇച്ചിരി കുറച്ച് ഇട്ടാൽ മതിയേ. ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടണം, ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി വെച്ചാൽ മതി, പെട്ടെന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വഴന്ന് കിട്ടുക. എണ്ണയൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്, കളറൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്, നന്നായിട്ടത് വഴന്നിട്ടുണ്ട്. ഇനി മഷ്റൂമാണ്. ഇതൊരു 200 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിക്കകത്ത് ചെറു ചൂടുവെള്ളത്തിനകത്തൊന്ന് മുക്കിയിട്ടതിന് ശേഷം നന്നായിട്ട് കഴുകി അരിഞ്ഞ് വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്, അതാണ് ഇച്ചിരി കറുപ്പിലോട്ട് വന്നിട്ടുള്ളത്. നന്നായിട്ട് ഈ മസാല ചേർത്തൊന്ന് ഇളക്കിയെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. കറിവേപ്പില, ഇല്ലെങ്കിൽ ഈ സ്ഥാനത്ത് മല്ലിയില ഏറെ ചേർക്കാവുന്നതാണ്, നല്ല ടേസ്റ്റാണ്. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർക്കാം. നന്നായിട്ട് മസാല ചേർത്ത് ഇളക്കിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കുകയാണ്. മഷ്റൂമിനകത്തും കുറച്ച് വെള്ളം ഇറങ്ങി വരും, അതുകൊണ്ട് കുറച്ച് വെള്ളം, എനിക്കിവിടെ കുറച്ച് തിക്കായിട്ട് വേണ്ടിയത് കാരണം കുറച്ച് വെള്ളം ഉപയോഗിച്ചുള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ, അല്ലാതെ ഗ്രേവി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാവുന്നതാണ്. നന്നായിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പകുതി വേകുന്നത് വരെ മൂടി വെക്കാം. എണ്ണയൊക്കെ മേളി വന്നിട്ടുണ്ട്, പകുതിയെ വെന്തിട്ടുള്ളൂ. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വീണ്ടും മൂടി വെച്ച് പകുതി വെന്തിട്ടുണ്ട്. പകുതി വെന്തതിന് ശേഷമാണ് തേങ്ങ അരച്ചത് ചേർക്കേണ്ടത്. വളരെ കുറച്ച് തേങ്ങ മതി. നന്നായിട്ട് ചേർത്ത് ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചൊന്നുകൂടൊന്ന് ബാക്കിയോടൊന്ന് വേവിച്ചെടുക്കാം.
മഷ്റൂം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോൾ മഷ്റൂം എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഓവർ കുക്ക് ആക്കേണ്ട ആവശ്യമില്ല. എണ്ണയൊക്കെ ഇനി മൂടി വെച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ എണ്ണയൊക്കെ തെളിയും. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഇപ്പോൾ മല്ലിയില കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഗ്രേവിയാണ്. എല്ലാവരും ഒക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ടോട് ചെയ്തേക്കണം. കൂട്ടുകാർക്ക് ഷെയറും ഒക്കെ ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.